MLA എൽദോസ് കുന്നപ്പിള്ളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വധശ്രമ കുറ്റം കൂടി ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 2 പ്രതികൾ കൂടിയുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ ഷാ, MLAക്കൊപ്പമുള്ള മറ്റ് 2 പ്രതികൾ ആരൊക്കെയാണ്? ഏതൊക്കെ വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്? പ്രവിധ 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഇത്തരത്തിൽ ഈ മന്ത്രിയുടെ സുഹൃത്തുകൂടിയായ യുവതി, ക്ഷമിക്കുന്ന MLAയുടെ സുഹൃത്തുകൂടിയായ യുവതി ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ പരാതിയിൽ, അതായത് വീട്ടിൽ മദ്യപിച്ചെത്തിയ MLA തന്നെ ഉപദ്രവിച്ചെന്നും അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായും ഈ യുവതിയുടെ പരാതി. അതിന് പിന്നാലെയാണ് ആ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുകയും ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ വധശ്രമവും അതുപോലെ തന്നെ ബലാത്സംഗ കേസും ചുമത്തിയാണ് നിലവിൽ കുറ്റപത്രത്തിൽ ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ 2 സുഹൃത്തുക്കൾ കൂടി ഇതിൽ പ്രതിയായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സുഹൃത്തുക്കൾ കൂടി ചേർന്ന് ഇവരുടെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു ആസൂത്രണം നടത്തിയെന്നുള്ള കാര്യവും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നിലധികം തവണ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതും നിലവിൽ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രവിധ. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.